ഞാനിപ്പോൾ ഒരു 23 വർഷം പഴക്കമുള്ള ഒരു വീടിൻ്റെ വർക്കാണ് ഞങ്ങളുടെ കമ്പനി എടുത്തേക്കുന്നത്. ഇതിനൊരു പെയിൻറ്റിങ്ങിൻ്റെ ആവശ്യമുണ്ട്, ഇലക്ട്രിക്കലിൻ്റെ ആവശ്യമുണ്ട്. ആ സ്കേർട്ടിങ് കംപ്ലീറ്റും കട്ട് ചെയ്ത് കളഞ്ഞിട്ടാണ് നമ്മൾ ടൈലിൽ ഫിക്സ് ചെയ്യാനായിട്ട് ഇതിൻ്റെ മേളിൽ ഉദ്ദേശിക്കുന്നത്. ഹലോ, ഞാൻ ആംസൺ ലൈഫിൽ നിന്ന് മനോജാണ്. ഞാനിപ്പോൾ ഒരു 23 വർഷം പഴക്കമുള്ള ഒരു വീടിൻ്റെ വർക്കാണ് ഞങ്ങളുടെ കമ്പനി എടുത്തേക്കുന്നത്. അതിനകത്ത് കുറേ വർക്കുകളുണ്ട്, ഞാൻ ഓരോന്നും പറയാം. അപ്പം ഇതിനൊരു വീണ്ടും ഒരു പുതിയ ലൈഫ് കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ ആവശ്യം. അപ്പോൾ 23 വർഷം പഴക്കമായതുകൊണ്ട് തീർച്ചയായിട്ടും ഇതിനൊരു പെയിൻറ്റിങ്ങിൻ്റെ ആവശ്യമുണ്ട്, ഇലക്ട്രിക്കലിൻ്റെ ആവശ്യമുണ്ട്, പ്ലംബിങ്ങിൻ്റെ കുറേ ഇഷ്യൂസ് ഉണ്ട്, ലീക്കിൻ്റെ ഈർപ്പത്തിൻ്റെ ഒരു വിഷയമുണ്ട്, ഈ ഡോറും വിൻഡോയുടെ ഫ്രെയിമിനകത്ത് കുറച്ച് കംപ്ലയിൻറ്റ്സ് ഉണ്ട്, പെസ്റ്റിൻ്റെ ഇഷ്യൂ ഉണ്ട്. അപ്പം ടൈല് നമ്മൾ ഈ ഫ്ലോറിൽ ഫിക്സ് ചെയ്യുന്നത് കൊണ്ട് നമ്മൾ ആദ്യമേ എല്ലാ സൈഡിലെയും സ്കേർട്ടിങ് ഉണ്ടാവുമല്ലോ, ആ സ്കേർട്ടിങ് കംപ്ലീറ്റും കട്ട് ചെയ്ത് കളഞ്ഞിട്ടാണ് നമ്മൾ ടൈലിൽ ഫിക്സ് ചെയ്യാനായിട്ട് ഇതിൻ്റെ മേളിൽ ഉദ്ദേശിക്കുന്നത്. ഇതിപ്പോൾ സ്കേർട്ടിങ് എടുത്ത് കളഞ്ഞതിന് ശേഷം നമ്മളൊരു ആസിഡ് വാഷ് ചെയ്യും. ആസിഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ് വെച്ച് കംപ്ലീറ്റ് ഫ്ലോർ വാഷ് ചെയ്തതിന് ശേഷം അതിനകത്ത് ഈ നമ്മുടെ മൊസൈക്കിൻ്റെ ഒരു മെഷീൻ ഉണ്ട്, അത് വെച്ച് നമ്മൾ ഫുൾ ഗ്രൈൻഡ് ചെയ്യും. ഫ്ലോർ ഫുള്ള് ഗ്രൈൻഡ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ആ ടൈൽ ഫിക്സ് ചെയ്യുന്നത്. കാരണം നാളെ ഭാവിയിൽ ടൈൽ ഇളകി വരാൻ പാടില്ല. ഒരു 3 mm സ്പേസ് ഇട്ടായിരിക്കും നമ്മൾ ചെയ്യുന്നത്. കാരണം 3 mm സ്പേസ് ഇട്ട് നമ്മളൊരു ടൈൽ ഫിക്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ജോയിൻറ്റ് ഫില്ല് ചെയ്യാനും എപ്പോക്സി ഫില്ല് ചെയ്യാനൊക്കെ പ്രോപ്പറായിരിക്കും. ഇൻ കേസ് എന്തെങ്കിലും കാരണവശാൽ ഏതെങ്കിലും ഒരു ടൈലിന് ഡാമേജോ എന്തെങ്കിലും സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ടൈല് മാത്രമായിട്ട് മാറ്റിക്കൊണ്ട് തന്നെ നമുക്ക് അടുത്ത ടൈല് ഫിക്സ് ചെയ്യാനും പറ്റും. സിംഗിൾ ഫ്ലോർ വീടാണ്. അപ്പം അവിടെ ഇത് ലിവിങ്, ഇത് ഡൈനിങ്, അതൊരു കിച്ചൺ, വർക്ക് ഏരിയ, ഇവിടെ ഒരു ബെഡ്റൂം, ഇവിടെ ഒരു ബെഡ്റൂം, അങ്ങനെ മൊത്തം ഇത്രയും റൂംസാണ് ഇവിടെ ഉള്ളത്. ഇത്രയും ഭാഗത്താണ് ഞങ്ങൾക്ക് ടൈൽ ഫിക്സ് ചെയ്യാനുള്ളത്. ഇവിടെ ഒരു കോമൺ ബാത്റൂം ഈ വീട്ടിൽ ഇവിടാണ് വന്നിട്ടുള്ളത്. 2 ബെഡ്റൂമിൻ്റെ സെൻട്രലായിട്ടാണ് ഈ കോമൺ ബാത്റൂം വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ബാത്റൂമിൽ നിന്നുള്ള ഈർപ്പം ഭിത്തിയിൽ പിടിക്കുന്നതുകൊണ്ട് നമ്മളെ ഏറ്റവും ബെസ്റ്റ് കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഫ്ലോർ ടൈല് മാത്രം ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. ഏറ്റവും വെള്ളം മേലോട്ട് ഈ ഈർപ്പം ഭിത്തിയിലോട്ട് പിടിക്കുന്നത് ഏറ്റവും കൂടുതലും പ്രശ്നം വരുന്നത് ഫ്ലോറിൽ നിന്നാണ്. വാളിൽ നിന്ന് ഒരു കാരണവശാലും ലീക്ക് വാളിലോട്ട് പിടിക്കത്തില്ല, ഫ്ലോറിൽ നിന്ന് മാത്രമേ ലീക്ക് മേലോട്ട് പിടിക്കത്തുള്ളൂ. അപ്പം ഞങ്ങൾ ചെയ്യുന്നതിട്ടുള്ളത് ഫ്ലോറിൻ്റെ ടൈലും വാളിൻ്റെ ഒരു 30 cm ഹൈറ്റിൽ നമ്മൾ ടൈല് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഈ 4 സൈഡും പ്ലാസ്റ്റർ ചെയ്തിട്ട് ഈ ഫ്ലോർ പ്രോപ്പറായിട്ട് കോൺക്രീറ്റ് ചെയ്ത് അതിനകത്ത് വാട്ടർ പ്രൂഫിങ് ചെയ്ത് ടൈല് സ്പേസിലിട്ട് എപ്പോക്സി ഫില്ല് ചെയ്ത് ഒട്ടിച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ തന്നെ 100% ഗ്യാരണ്ടി ഞങ്ങൾ തന്നെ കസ്റ്റമറിന് കൊടുക്കുന്നുണ്ട്. ഒരു കാരണവശാലും ഇവിടത്തുള്ള ഈർപ്പം നമ്മുടെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള റൂമിനകത്ത് വരത്തില്ല. അടുത്ത ഇവിടെ വേറൊരു ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബെഡ്റൂമിൻ്റെ ഡോർ ഫ്രെയിമും ആ ബെഡ്റൂമിൻ്റെ ഡോർ ഫ്രെയിമിനകത്തും നമ്മുടെ ഇതിൻ്റെ ഫ്രെയിം എല്ലാം കംപ്ലൈൻ്റ് ആയിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ ഫ്രെയിം ഉൾപ്പെടെ ചേഞ്ച് ചെയ്യുക. അതുപോലെ ആ ഫ്രെയിമും നമ്മൾ ചേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഫ്രെയിം ഇളക്കിയിട്ട് പുതിയൊരു WPC ഫ്രെയിമാണ് ഇവിടെ ഫിക്സ് ചെയ്യാൻ നമ്മൾ ഉദ്ദേശിക്കുന്നത്. വാർഡ്രോബിന് വേണ്ടി അവർ നേരത്തെ കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ നമുക്ക് ഒരു സ്റ്റോറേജ് സ്പേസ് ഇല്ലാത്തതുകൊണ്ട് നമ്മളിവിടെ ഒരു പുതിയൊരു വാർഡ്രോബും നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ ഈ റൂമിൻ്റെ സ്കേർട്ടിംഗ് ആണ് നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അത് നമ്മൾ മെഷീനിൽ തന്നെ ചെയ്യണം. എന്ന് പറഞ്ഞാൽ നമുക്കൊരു 2-3 hours കൊണ്ട് ഇത് മൊത്തത്തിൽ നമുക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റും. അല്ലെന്നുണ്ടെങ്കിൽ ഒരുപാട് നേരം രാവിലെ തൊട്ട് വൈകിട്ട് വരെ ലേബർ നിന്നാലും അത് തീരത്തില്ല. മാത്രമല്ല അത് നമുക്കൊരു മെഷീൻ്റെ റെൻറ്റ് തന്നെ കൂടി പോയാൽ ഒരു 500 rupees നമുക്കൊരു മെഷീൻ റെൻറ്റിന് കിട്ടും. അല്ലെങ്കിൽ നമുക്ക് സ്വന്തമായിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം. ഒരു 2-3 hours കൊണ്ട് നമുക്കിത് ഫിനിഷ് ചെയ്ത് നമ്മുടെ അടുത്ത കാര്യത്തിലോട്ട് മുമ്പോട്ട് പോകാൻ പറ്റും. ഇനി ഞങ്ങൾക്ക് ഈ വീട്ടിൽ ഇൻസൈഡും എക്സ്റ്റീരിയറും ഇൻറ്റീരിയറും ഞങ്ങൾക്ക് പെയിൻറ്റിംഗ് ഉണ്ട്. പക്ഷേ പെയിൻറ്റിങ് ചെയ്യുമ്പം ഇത്രയും പഴക്കമുള്ളൊരു വീടാകുമ്പോഴത്തേക്ക് നമ്മൾ ഇനി പെയിൻറ്റിങ്ങിലോട്ട് പോകുമ്പോഴത്തേക്ക് വീണ്ടും ഒരു 10 വർഷം 15 വർഷമെങ്കിലും അത് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യണം. അങ്ങനെ ആകുമ്പം ഇപ്പം ഇതിനകത്ത് തന്നെ ഓൾറെഡി ഇപ്പം ഇവിടെ നേരത്തെ താമസിച്ചിരിക്കുന്നവരെല്ലാം കുറേ ആണി അതൊക്കെ ഇഷ്ടംപോലെ അടിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പെയിൻറ്റിങ് ചെയ്യുമ്പം ആദ്യമേ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതെല്ലാം റിമൂവ് ചെയ്തിട്ട് എല്ലാ വോളും കംപ്ലീറ്റ് ചെക്ക് ചെയ്ത് സാൻഡിങ് പേപ്പർ വെച്ച് എല്ലാ വോളും പ്രോപ്പറായിട്ട് സാൻഡ് ചെയ്തിട്ട് നമ്മൾ ഒരു കോട്ട് പ്രൈമർ അടിച്ചിട്ട് വേണം. നമ്മളിപ്പോൾ ഈ സെയിം കളറോ ഓർ നമ്മൾ കളർ മാറ്റി ചെയ്യുവാണെങ്കിൽ തന്നെ ഒരു കോട്ട് പ്രൈമർ അപ്ലൈ ചെയ്തിട്ട് പിന്നെ നമ്മൾ 2 കോട്ട് എമർഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഒരു 10 years വരെ നമുക്ക് 100 പക്കയായിട്ടും പെർഫെക്റ്റ് ആയിട്ടും അത് ആ പെയിന്റിനെ നമുക്ക് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഇതിന് എക്സ്റ്റീരിയർ പെയിന്റിങ്ങും ഉണ്ട്. അപ്പോൾ എക്സ്റ്റീരിയറും നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഇവിടെ എല്ലാം നല്ല അഴുക്കുണ്ട്. അപ്പം ഈ അഴുക്കിൻ്റെ മേളിൽ നമ്മൾ ഡയറക്റ്റ് അങ്ങ് പെയിൻറ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ അഴുക്ക് പുറത്ത് കാണിക്കും. അപ്പോൾ നമ്മളിതെല്ലാം കംപ്ലീറ്റ് പേപ്പർ വെച്ച് സാൻഡ് ചെയ്ത് നമ്മൾ പ്രൈമർ അപ്ലൈ ചെയ്തിട്ട് പ്രോപ്പറായിട്ട് പെയിൻറ്റിങ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വീണ്ടും ഒരു 10 വർഷം വരെ ഇതുപോലെ വൃത്തിയായിട്ടിരിക്കും.